നമുക്ക് ആറാടി, ശരിക്കും ആറാടി. നമുക്ക് അന്നും ആറാടി, ഇന്നും ആറാടിക്കൊണ്ടല്ലേ ഇരിക്കണത്. നമുക്ക് എന്നും ആറാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വരാനുള്ളതും കഴിഞ്ഞതും എല്ലാം ഗംഭീരമായ രീതിയിൽ അങ്ങ് പുള്ളി വിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖമായാലും ശരി, കാതലാണെങ്കിലും ശരി, ഓരോന്നും വിഭിന്ന വേഷങ്ങൾ. ഇനി വരാൻ പോകുന്നത് ബസ്സൊക്കെ ആണെങ്കിൽ ശരി, ഡൊമിനിക് ആണെങ്കിൽ ശരി, അടുത്ത് വരാൻ പോകുന്ന മമ്മൂക്കായി ലാലേട്ടനും അഭിനയിക്കുന്ന ഒരു മാസ്മരിക വിസ്മയ ചിത്രം വരാൻ കാത്തിരിക്കുന്നു. മഹേഷ് നാരായണൻ്റെ ഗംഭീരമായ ഒരു മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും തകർത്ത് തരിപ്പണമാക്കി ഒരു പുതുതരംഗം തീർക്കാൻ മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ്റെ ഒരു ഗംഭീരമായ ഒരു പെർഫോമൻസ് വരാനിരിക്കുന്നു. ഈ വല്യേട്ടൻ 4K അറ്റ്മോസ്ഫിയർ ഗംഭീരമായ ഒരു വിസ്മയം. അമേസിങ്, റിയലി അമേസിങ്. ഒരു രക്ഷയില്ല. മമ്മൂട്ടി പടമില്ലേ, എഫക്റ്റ് എന്ന് പറഞ്ഞ ഡയലോഗ് പണ്ട് 24 വർഷം മുമ്പ് ശ്രീകുമാർ തിയേറ്ററിൽ ഈ ഫിലിം നമ്മൾ ആഘോഷിച്ചതാണ്. ആഘോഷിക്കുമ്പോൾ ഇതിപ്പം വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4K അറ്റ്മോസ്ഫിയർ പറഞ്ഞ ഒരു ഫിലിമാണ്. ഇവിടെ ഓരോ മമ്മൂട്ടിയുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കാണ് തിയേറ്ററിൽ. ഭയങ്കര പഞ്ച്. 4K തന്നെ ഈ പടം കാണണം. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ 50-60 പ്രാവശ്യം ചാനലുകളിലും മറ്റും കണ്ട ഫിലിം ഇന്ന് തന്നെ കൈരളി ചാനൽ ഈ പടം ഉണ്ട്. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഒരു രക്ഷയില്ല. മമ്മൂട്ടിയുടെ പഞ്ച് ഡയലോഗ് എന്ന് പറയുന്നത് ഇന്റർവൽ പഞ്ചെന്നും തിയേറ്റർ ആഘോഷമാണ്. ഒരു രക്ഷയില്ല കേട്ടാ. അത് ഈ 4K തന്നെ കാണണം. റീ റിലീസ് വച്ചത് ഭയങ്കര എഫക്റ്റ്. ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ പറ്റിയതാണ്. അടിപൊളി എക്സ്പീരിയൻസ്. 4K കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ ടി വിയിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതിൽ നിന്ന് മാറി 4K തിയേറ്ററിൽ വന്ന് 4K കാണുമ്പോഴത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. നമുക്ക് അത്രയും നല്ല മികച്ചായിട്ട് നല്ല ആ ഒരു പ്രൗഢിയിൽ വന്ന് 4K കാണാൻ ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറാണ്, ഒരു രക്ഷയില്ല. ഒരു മടുപ്പ് തോന്നിക്കത്തില്ല. ഒരു ഫ്രഷ് ആയിട്ട് കാണുന്ന ഫീലാണ്. അടിപൊളിയാ. ആസ് യൂഷ്വൽ അടിപൊളിയാ. സിനിമയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ വലിയേട്ടൻ. അടിപൊളിയാ, നല്ല എക്സ്പീരിയൻസാണ്. BGM സ്കോറിംഗ് എല്ലാം നല്ല കൂടിയിട്ടുണ്ട്. എല്ലാത്തിലും നല്ല സ്കോറിംഗ് ഉണ്ട്. അത് തന്നെ. പിന്നെ റീമാസ്റ്റേർഡ് ആണ് ഫുള്ളും. അടിപൊളിയാ, നല്ല എക്സ്പീരിയൻസാണ്. 4K കണ്ടതിൽ വളരെ സന്തോഷം. ഒരു സീൻ എന്തോ കട്ട് ചെയ്യാൻ തോന്നുന്നു. ക്വാളിറ്റിയും ക്ലാരിറ്റി എല്ലാം ഉണ്ട്. ഞാൻ ചെറുപ്പത്തിൽ പോയി കണ്ടതാണ്, ഓർമ്മയൊന്നുമില്ല. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് ക്വാളിറ്റി അടിപൊളി, അതുപോലെ സ്ക്രീൻ ക്വാളിറ്റി എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റീമാസ്റ്റർ ആണ്. പിക്ചർ ആൻഡ് ഓഡിയോ രണ്ടും നല്ല എക്സ്പീരിയൻസ്. എസ്പെഷ്യലി വലിയ സ്ക്രീനിൽ പിന്നെ ക്രൗഡ് റെസ്പോൺസ് നന്നായിട്ടുണ്ട്. ഒരു ഐക്കോണിക് പടമാണല്ലോ. സോ ഡെഫിനറ്റ്ലി വർത്ത് ആൻ എക്സ്പീരിയൻസ്. നല്ല ഇഷ്ടപ്പെട്ടു. നേരത്തെ ഉള്ളതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിനേക്കാളും കുറെ കൂടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൗണ്ടൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്കൊന്നും നമ്മളെ പോലെ പ്രായമുള്ളവരൊക്കെ വലിയ സൗണ്ട് ശരിയാവില്ല. കൊള്ളാം. പക്ഷെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. മമ്മൂക്കയുടെ അഭിനയമാണ് പെർഫോമൻസ്. പിന്നെ സായി കുമാർ, പിന്നെ കലാഭവൻ ചേട്ടൻ, അവരൊക്കെ മൺമറഞ്ഞു പോയാണ്. പക്ഷെ നമുക്ക് ഇതിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ സൗണ്ട്, ഫൈറ്റ് എല്ലാം ഒന്നും പറയാനില്ല. TV കണക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ഓടും. സൗണ്ട് ക്വാളിറ്റി പഴയൊന്നുമല്ല, ഇപ്പോഴത്തെ മികച്ച രീതിയിൽ. BGMലൊക്കെ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട്. കൊള്ള അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. ഒരു ബോറിംഗ് ഇല്ല. നമുക്ക് എത്ര കണ്ടാലും മതിയാവൂല. 4K ഇപ്പോഴത്തെ ഇപ്പം ഇറക്കുകയാണെങ്കിൽ പടം അടിപൊളി. പൊളിച്ച് മമ്മൂക്ക പൊളി സിനിമയാണ്. സൗണ്ട് നല്ല ക്വാളിറ്റി തന്നെ. വർണ്ണ ടിക്കറ്റ് അത് കാണണം.